ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ഷേത്രദർശനം ചോറ്റാനിക്കര അമ്പലത്തിലായിരുന്നു. ഇടയ്ക്ക് 1-2 വട്ടം പോയി തൊഴണമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് പോകണമെന്ന് തോന്നി. അങ്ങനെ പോയി തൊഴുതു. കീഴ്ക്കാവിലും പോയി തൊഴുതു. പിന്നെ നമുക്ക് തിരിച്ചു വരാൻ ട്രെയിനിന് സമയം ഉണ്ടായതുകൊണ്ട് അമ്മ ഹിൽ പാലസിൽ കയറിയിട്ടില്ലായിരുന്നു. അപ്പം സമയമുള്ളതുകൊണ്ട് ഹിൽ പാലസ് കൂടെ കണ്ടിട്ട് വരാമെന്ന് വെച്ച് ഞങ്ങൾ കയറി. ഞാൻ ഹിൽ പാലസിൽ ആദ്യം വരുന്നത് 10ാം ക്ലാസ് ട്യൂഷനിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കസിനായിട്ട് ഒരു വട്ടം എറണാകുളത്ത് വന്നപ്പം അങ്ങനെ ഇവിടെ കയറി. പിന്നിപ്പം അമ്മയുടെ കൂടെ മൾച്ചിത്തത്താഴിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടായിരുന്നു അന്നൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും ഇവിടെ വെച്ചല്ല, കുറച്ചേ ഉള്ളൂ. ഈ ഹിൽ പാലസ് മൊത്തം കൂടി 52 ഏക്കറുണ്ട്. നടന്ന് നമ്മൾ ഒരു വഴിയാവും. പിന്നെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ചൂട് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവിടെ വീഡിയോ എടുക്കരുത് എന്നായിരുന്നു പറഞ്ഞു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ട് അവരെന്നെ ഒന്നും പറഞ്ഞില്ല. ലാസ്റ്റ് എന്തോ ആയപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കരുത്, ഫോട്ടോ എടുക്കാം. ഞാൻ അപ്പോഴത്തേന് വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഏരിയ എന്ന് വെച്ചാൽ കൊച്ചി രാജാവിൻ്റെ കിരീടമുള്ള ഏരിയ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ ഓരോ തവണ വരുമ്പോഴും എനിക്ക് ആദ്യമായിട്ട് വരുന്ന പോലെ തോന്നുന്നത്. എനിക്ക് ഓൾറെഡി ഇഷ്ടമായി ഇങ്ങനെയൊക്കെ ഉള്ളത് കാണാനും ഒക്കെ ആയിട്ട്. ടൈം ട്രാവലൊക്കെ ചെയ്ത് അന്നത്തെ കാലത്തേക്ക് ഒന്ന് പോകണം. അവരെങ്ങനെയായിരുന്നു അന്നൊക്കെ ഇവിടെയൊക്കെ ഭരിച്ചിരുന്നതും അവരുടെ രീതികളും ഒക്കെ എങ്ങനെയായിരുന്നൊക്കെ അറിയാനൊക്കെ ചുമ്മാ ഒരാഗ്രഹം. പിന്നെ ഇവിടുത്തെ തറയും ഒക്കെ ഇത് തടി കൊണ്ടുള്ള തറയായിരുന്നു കേട്ടോ. പിന്നെ അല്ലാതെ കൊത്തുപണികളും ഒക്കെ ഉണ്ട്. സ്റ്റെയർ കേസും എല്ലാം തടി കൊണ്ടായിരുന്നു. പിന്നെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീടിന് അടുത്തെന്ന് തോന്നുന്നു ആദ്യത്തെ ലിഫ്റ്റ്. അതിപ്പം വർക്കിംഗ് അല്ല. ഈ ഇരിക്കുന്നതിൽ ആനക്കൊമ്പിൽ തീർത്തതാണ് കേട്ടോ. കണ്ടതിൽ കുറച്ച് വിഷമിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇത് കുറ്റവാളികളെ ഇങ്ങനെ ഈ കൂട്ടിനകത്തിട്ടിരുന്ന പക്ഷിയും ഒക്കെ ആക്രമണം ഏറ്റും പട്ടിണി കിടന്നൊക്കെയായിരുന്നു മരിച്ചിരുന്ന ആൾക്കാർ. 2 ആൾക്കാരെ മറവ് ചെയ്യുന്ന അന്നങ്ങാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാജാവിൻ്റെ ഫങ്ഷൻ എന്തോ ഇടുന്ന ഫോട്ടോ അങ്ങനെ എന്തോ. ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു. ഇത് വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഓരോ അമ്പലത്തിൻ്റെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഓരോ അമ്പലത്തിൻ്റെ വടക്കുന്നാഥനും പിന്നെ കൂടൽമാണിക്യം, പിന്നെ ഒരു തറവാട് പോലെ അങ്ങനെ അതിൻ്റെ എല്ലാം മിനിയേച്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ആദ്യത്തെ ലിഫ്റ്റ് കേട്ടോ. അപ്പോൾ ഈ വഴിയൊക്കെ മണിച്ചിത്രത്താഴിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെയും ശ്രദ്ധിച്ചാൽ മതി. കുറേ പേർക്ക് അറിയാമായിരിക്കും. ഇത് ആരാധനയുള്ള കാവായിരുന്നു തോന്നുന്നു. ഇപ്പോൾ അവിടെ പ്രതിഷ്ഠയൊന്നുമില്ല. ഇത് ഊട്ടുപുരയും അടുക്കളയും അങ്ങനെയൊക്കെയുള്ള കുറേ ഏരിയ ആയിരുന്നു. തുളസിത്തറയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയും കാണാൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ അധികം ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഇത് അവിടെ തന്നെയുള്ള ചെറിയൊരു അമ്പലം, എനിക്കൊന്ന് കുടുംബത്തിൻ്റെ അമ്പലം ആയിരുന്നിരിക്കണം. പിന്നെ അവിടെയും കുറേയൊക്കെ ഷൂട്ട് ചെയ്തു. അടുത്ത കിച്ചൺ ഏരിയയിലോട്ടായിരുന്നു. കിച്ചൺ ഏരിയയിൽ അന്ന് യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളൊക്കെ ആയിരിക്കണം. ഇത് വെള്ളം കോരി നിറയ്ക്കുന്ന ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയൊരു പാത്രം പോലെ. ഇത് കിണർ 2 സൈഡിൽ നിന്നും കോരാം. പിന്നെ ഇതും അടുപ്പിൻ്റെ ഏരിയ ആയിരുന്നു. പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ പാത്രം കഴുകുന്ന സ്ഥലമായിരുന്നു കേട്ടോ. കണ്ടതിൽ ഷൂട്ടിങ് ഞാൻ മിസ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു തോണി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൽ എന്തോ ഒരു പേരുണ്ടായിരുന്നു, എന്തോ ഒരു തോണി. അത് ഞാൻ മിസ് ചെയ്തു. അത് കണ്ടിങ്ങ് പോയിരുന്നു ഷൂട്ട് ചെയ്തത്. പിന്നെ അവിടെ മാനയൊക്കെ വളർത്തുന്ന ഏരിയ കുറച്ച് അങ്ങോട്ട് മാറി ഉണ്ടായിരുന്നു. അതൊക്കെ പോയി കണ്ടു. പിന്നെ തിരിച്ച് ട്രെയിനിൻ്റെ സമയമായപ്പോഴത്തേനും ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി വീട്ടിൽ എത്തി. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഇടവനക്കാവ് അമ്പലത്തിൽ കയറി. ഇടവനക്കാവ് അമ്പലത്തിൽ കയറി കഴിഞ്ഞപ്പം മണ്ണടി അമ്പലം അടുത്താണല്ലോ എന്ന് വെച്ച് തന്നെ അവിടെയും കയറി തൊഴുതു. പിറ്റേ ദിവസം തൊട്ട് വൈകിട്ട് നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം നല്ല മഴയുണ്ടല്ലോ വൈകിട്ട്. അങ്ങനെ ഇത്രയും നാളത്തെ ചൂടിന് വരാമോ, ഇനിയിപ്പം വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. വീട്ടിലിപ്പോൾ പാളേജി ബിസ്ക്കറ്റ് സ്റ്റോക്കാണ്. വേറെ ആർക്കും അല്ല, കിളിക്കും മണ്ണാനും ഒക്കെ വരുമ്പോൾ അച്ഛൻ രാവിലെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് പണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ബിസ്ക്കറ്റായിരുന്നു. ഇപ്പോൾ കണ്ടപ്പോൾ ഒരു നൊസ്റ്റു തോന്നി. ഇതുപോലെ ഞാൻ കടിച്ചു വെക്കുമായിരുന്നു. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? അത് കഴിഞ്ഞപ്പോൾ അമ്മ മാങ്ങയും ഉള്ളിയും അതെന്തോ ഉപ്പും മുളകും എല്ലാം ഇട്ട് കൊത്തി അരിഞ്ഞുകൊണ്ട് നല്ല പുളി ഉണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്ത് നിന്ന് മൂവാണ്ടന, അത് പഴുക്കാൻ പറ്റത്തില്ലല്ലോ, പുഴു കയറും. വിളയാറായത് പറിച്ചിട്ട് പുഴു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നനവില്ലാതെ ഒക്കെ വെച്ചാൽ പുഴുവില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് പുഴു കയറോ ഇല്ലയോ നോക്കാം. 1-2 എടുത്തിട്ട് പുഴു ഇല്ലായിരുന്നു.
പിന്നെ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളെ ശേഷം ഞാനൊരു പട്ടുപാവാട തയ്ച്ചു. പിന്നെ അന്ന് വൈകിട്ട് അച്ഛൻ്റെ അമ്മയുടെയും 35ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. അങ്ങനെ അനിയൻ കേക്കൊക്കെ ഓർഡർ ചെയ്ത് പായസം വെച്ച് എല്ലാവർക്കും കൊടുത്തായിരുന്നു കേട്ടോ. കേക്കും നല്ല കേക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഉടനെ കാണാം. അതുവരെ ബായ്.